നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടത് വിശ്വാസത്തെ പറ്റിയായിരുന്നു കണ്ടത്. ഈ വിശ്വാസം എന്നുള്ളത് ഈ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ടിൽ അവർ സഭയായി അനുഭവിച്ച ആ വിശ്വാസ ജീവിതം, ആ വിശ്വാസത്തിൽ നിന്ന് ഇന്ന് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യതിചലനം ഉണ്ടായിരിക്കുന്നു. കാരണം വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകാൻ അതുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ബൈബിൾ പറയുന്ന വിശ്വാസം നമുക്ക് പ്രാകൃതമായ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമല്ല. അത് ദൈവമായിട്ടുള്ള ഒരു സ്വസ്ഥത അനുഭവിപ്പിക്കുന്ന വിശ്വാസമാണ്. അതായത് ദൈവം ചെയ്ത പ്രവൃത്തികളിൽ നമ്മൾ കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയാണ് ആ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തിന്റെ പ്രവൃത്തികളിലുള്ള ഒരു സ്വസ്ഥത. ഇന്നെന്നുള്ളൊരു ദിവസം കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അതായത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ വെച്ച് ഈ സ്വസ്ഥത അനുഭവിച്ചിരുന്നില്ല. അവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള സ്വസ്ഥത ഇല്ലായിരുന്നു. ദൈവം പലവിധ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തു, അവരത് കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയിലുള്ള ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനങ്ങൾക്ക് അത് അനുഭവിക്കാമായിരുന്നു. പക്ഷെ ആ സ്വസ്ഥത അവർ അനുഭവിച്ചില്ല. ദൈവം സർവശക്തനാണെന്നും ഞങ്ങൾ ഇങ്ങനെ വെറുതെ ആകുലപ്പെടേണ്ട കാര്യമില്ലെന്നും ദൈവമല്ല അതിൻ്റെതായ സമയത്ത് നടത്തുമെന്നും ഞങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ ആകുലപ്പെടുന്ന ആശങ്കപ്പെടുന്ന എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു സ്വസ്ഥത എന്ന വാഗ്ദത്തം അവർക്ക് അന്നുണ്ടായിരുന്നു. അവർക്കത് ലഭിച്ചിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് ഒരു പാട്ടിന്റെ ലിറിക്സ് ഇങ്ങനെ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ ഓർത്തു വന്നു. അപ്പൊ അതിനകത്തൊരു ഒരു പാട്ടാണ്, അത് സ്വർഗത്തിലേക്കുള്ള യാത്രയെ പറ്റിയാണ് ആ പാട്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അവന്റെ ഭവനം തേടി പോവുകയാണ്. അവനോട് ഒരു പരദേശിയാണ്, ഒരു യാത്രയിലാണ്. ഈ സമയമാകുന്ന രഥത്തിൽ കയറി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഉറങ്ങുമ്പോഴെല്ലാം യാത്രയാണ്, ഉണരുമ്പോഴും യാത്ര ചെയ്യുകയാണ്, എപ്പോഴും യാത്രയിലാണ്. എങ്ങോട്ട്? കർത്താവിന്റെ അടുത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ യാത്ര അവൻ പോകുന്നത് വിശ്വാസത്താലാണ്. ആ യാത്രയുടെ മനോബോധം അല്ലെ, യാത്രയിലുള്ള ഒരു ആഗ്രഹം, എത്രയും പെട്ടെന്ന് ആ ഭവനത്തിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ത്വര അവന് കൊണ്ടുവരുന്നത് അവന്റെ ദൈവം അവന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. കാരണം നമ്മുടെ പ്രാകൃത ശരീരത്തിന് ഇങ്ങനൊരു ഭവനം ഉണ്ടെന്നോ, അവിടേക്ക് എത്തിച്ചേരണം, അങ്ങനെയുള്ള റിയാലിറ്റിയിലേക്ക് വരാൻ നമ്മുടെ പ്രാകൃത ശരീരത്തിന് കഴിയത്തില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കും സ്വർഗമുണ്ട് നരകമുണ്ടെന്നൊക്കെ. പക്ഷെ ഒരു ആഗ്രഹം, ഞാനിപ്പോൾ തിരിച്ച് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നേരം എനിക്കറിയാം വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നതെന്ന്, എന്റെ വീട് അതാണെന്നറിയാം. അപ്പൊ ആ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലാനുള്ള ഒരു ആഗ്രഹം എന്റെ ജഡത്തിൽ ഇങ്ങനെ ഉണ്ട്. അതെന്റെ ജഡത്തിൽ സ്വാഭാവികമായി വരുന്നതാണ്. അപ്പോഴേ യാത്ര എവിടൊക്കെ ഞാൻ പോയാലും ഇന്ന് രാത്രിയിൽ എനിക്ക് വീട്ടിൽ ചെല്ലണം എന്നുള്ളൊരു മനോബോധം എന്നെ നിയന്ത്രിക്കും. അതിന്റെ ഒരു പ്രഷർ എന്റെ മേലുണ്ടായിരിക്കും. അതെന്റെ ജഡത്തിൽ ഇതുപോലെ സ്വർഗത്തിൽ നമ്മൾ ചെല്ലണം എന്നുള്ളൊരു പ്രഷർ നമുക്ക് സ്വാഭാവികമായും ജഡത്തിൽ വരത്തില്ല. കർത്താവിന്റെ അടുത്ത് പോകണം, കർത്താവിന്റെ കൂടെ വസിക്കണം, കർത്താവിനോട് കൂടെ ഇരിക്കണം, സ്വസ്ഥ അനുഭവിക്കണം, സന്തോഷിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹം സ്വാഭാവികം ജഡത്തിൽ വരത്തില്ല. അത് നമ്മുടെ ആത്മാവിനാലാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ആത്മാവിനാല് ഇങ്ങനൊരു നമ്മുടെ മേല് കമ്പൽഷൻ നമ്മുടെ ഉള്ളിൽ വരുത്തുള്ളൂ ഈ യാത്രയിൽ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരു ഭവനം ഉണ്ടെന്നുള്ള റിയാലിറ്റി, അതാണ് എന്റെ ഭവനം എന്നും ഇവിടെ ഞാൻ യാത്രയിലായിരിക്കുന്നു എന്നും ഒക്കെ ഈ ആത്മാവിനാലെ ഒരു മനുഷ്യന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇന്ന് വിശ്വാസികൾ നേരിടുന്ന ഒരു പ്രധാന വിഷയം, ഒന്ന്, പലരും ഒരു വീണ്ടും ജനനം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവിൽ വീണ്ടും ജനനം അനുഭവിച്ചാലേ ഇതൊക്കെ വരികയുള്ളൂ. വീണ്ടും ജനനമാണ്. ആ വീണ്ടും ജനനം അനുഭവിക്കാത്തതിന് വേറൊരു റീസൺ ഉണ്ട്. സുവിശേഷം കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഒരു റീസൺ. ഈ സുവിശേഷം വചനത്തിന്റെ കേൾവിയാലേ ഒരു മനുഷ്യനിൽ ജീവൻ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആ വചനം ചുമ്മാ വചനമല്ല, എന്റെ വചനമല്ല, എന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്ന സുവിശേഷം അല്ല ആൾക്കാർ കേൾക്കേണ്ടത്. ദൈവത്തിന്റെ ശക്തിയാകുന്ന യഥാർത്ഥമായ സത്യമാണ് കേൾക്കേണ്ടത്. അപ്പൊ ആ സത്യമാണ് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ആ ജീവൻ, അപ്പോൾ അവനിൽ വരുന്ന ജീവൻ ആരുടെയാണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവനാണ്. ആ ജീവനാണ് അവനിൽ ഈ പ്രത്യാശ കൊണ്ടുവരേണ്ടതും ഈ വിശ്വാസം കൊണ്ടുവരേണ്ടതും എല്ലാം. പക്ഷെ ഇന്ന് ഈ വിശ്വാസവും ഈ പ്രത്യാശയും ജീവനും ഒന്നും ആർക്കും ഇല്ല. കാരണം അതിനകത്ത് ഒരുപാട് റീസൺ ഉണ്ട്. അതിന്റെ ഒന്ന്, ജനങ്ങൾ ഒരുപാട് തെറ്റായ ഉപദേശങ്ങളും തെറ്റായ വിശ്വാസ സംഹിതകളും വെച്ച് പുലർത്തുന്നു. തെറ്റായ സുവിശേഷം കേൾക്കുന്നവന് തെറ്റായ വിശ്വാസമായിരിക്കും ഉണ്ടായിരുന്നത്. സുവിശേഷം കേൾക്കുന്നവന് തെറ്റായ വിശ്വാസമായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. ഏതേലും ഒരു ശരിയായ സുവിശേഷം കേൾക്കാതെ രക്ഷിക്കപ്പെട്ടവരെ ശ്രദ്ധിച്ചാൽ അവരിൽ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായിരിക്കത്തില്ല. അവരുടെ വിശ്വാസം പകുതി വെച്ച് നിന്നു പോകുന്നതും പ്രശ്നങ്ങളുടെ മധ്യ അണഞ്ഞു പോകുന്നതുമായ വിശ്വാസമായിരിക്കും, ജീവനായ വിശ്വാസമല്ല. അപ്പോൾ പ്രശ്നങ്ങളുടെ മുന്നിൽ കൂടുതൽ തെളിഞ്ഞു വരുന്നതും പ്രകാശിക്കുന്നതുമായ ഒരു വിശ്വാസമാണ് ദൈവം നമുക്ക് വീണ്ടും ജനനത്താൽ തന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല. അപ്പൊ ഇരുളിൽ കൂടുതൽ പ്രകാശിക്കുന്ന, പ്രതിസന്ധിയിൽ കൂടുതൽ പ്രകാശിക്കുന്ന, ആദിമ നൂറ്റാണ്ടിൽ സഭ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴാണ് ഈ വിശ്വാസത്തിന്റെ വീരന്മാരെ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടുത്തെ ഇരുട്ടുകൾക്കൊന്നും ഈ വിശുദ്ധന്മാരുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ അണയ്ക്കുവാൻ കഴിഞ്ഞില്ല, മറിച്ച് വിശ്വാസത്തെ കെടുത്തുവാൻ കഴിഞ്ഞില്ല. ആ വിശ്വാസം ഇങ്ങനെ ജ്വലിച്ചു വരുമായിരുന്നു. ആ വിശ്വാസമാണ് യൂദയുടെ ലേഖനം പറയുന്ന അതിവിശുദ്ധ വിശ്വാസം. ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ട ഫെയ്ത്ത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ആ ഫെയ്ത്തിനാലേ ഒരു മനുഷ്യന് വിശ്വാസ ജീവിതം ജീവിക്കാൻ കഴിയത്തുള്ളൂ. ആ വിശ്വാസത്തിന് നമുക്ക് ഒരു സ്വർഗീയ യാത്ര ഉണ്ടെന്നും അതിലേക്ക് നമുക്ക് പ്രത്യാശിക്കുവാനും അതിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുവാനും ഒക്കെ കഴിയുകയുള്ളൂ.
അപ്പോൾ പലപ്പോഴും ദൈവം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ ഫെയ്ത്ത് നമ്മളിൽ വരേണ്ടതിന് വേണ്ടിയുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നഥനയേലിനോട് പറയുന്നുണ്ട്, നീ അത്തിമരത്തിന്റെ കീഴിൽ ഇരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് വിശ്വസിച്ചു. അപ്പോൾ പറയുന്നത് കൊണ്ട് നീ വിശ്വസിച്ചു. അല്ലാത്തൊരു വിശ്വാസം കർത്താവ് അവിടെ അവനിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു. ദൈവം എഗ്രി ചെയ്യുന്ന ഒരു വിശ്വാസം, ദൈവം അംഗീകരിക്കുന്ന, പ്രൂവ് ചെയ്ത ഒരു, തെളിയിക്കപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കർത്താവ് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നുണ്ട്, അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു, അത്ഭുതം കണ്ടുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. തോമസിനോട് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, നീ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഫെയ്ത്ത് ആണ്, കാണാതെ വിശ്വസിക്കുന്ന വിശ്വാസം, കാഴ്ചയാലല്ലാത്തൊരു വിശ്വാസം. അതായത് എനിക്ക് ബുദ്ധി കൊണ്ട് കൺവിൻസ് ആകുകയല്ല, അതായത് ഞാൻ ബുദ്ധി കൊണ്ട് ഒരു ഉറപ്പ് എനിക്ക് വരികയല്ല, ആന്തരികമായ എന്നെ ഒരു ഉറപ്പ് എനിക്ക് വരികയാണ്. അത്ഭുതം അടയാളവും കണ്ടതുകൊണ്ട് വരുന്ന ഒരു ഉറപ്പല്ല, ആന്തരികമായ ഒരു ഉറപ്പ് വരുന്ന ആ വിശ്വാസമാണ് ഈ ദൈവം അംഗീകരിക്കുന്ന വിശ്വാസം. അതാണ് അതാണ് അതിവിശുദ്ധ വിശ്വാസം. അതിനാലേ നമുക്കൊരു, എന്താ പറയുന്നത്, ഒരു അനുസരണം, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 20:29 നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. കർത്താവ് പറയുന്നത്, കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 5:7 പറയുന്നു, കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. 2 കൊരിന്ത്യർ 5:7, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പൊ കാഴ്ചയാലല്ലാത്തൊരു വിശ്വാസം. ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളം കണ്ടിട്ട് ഒരു മനുഷ്യന് വിശ്വാസം വരുന്നുണ്ട്. ഈ വിശ്വാസത്തെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ വിശ്വാസം അല്ല നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ നമ്മളെ അനുസരണം കൊണ്ടുവരാൻ ഇടയാകുന്നത്. ഈ അത്ഭുതം കണ്ടിട്ടുള്ള ഒരു വിശ്വാസമല്ല. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ബുദ്ധിപരമായി, ഇപ്പോൾ സുവിശേഷം നമ്മൾ പറയാറുണ്ട്, സുവിശേഷം പറയുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിയിൽ അത് കൺവിൻസ് ആകും, അവരത് എഗ്രി ചെയ്യുന്നുണ്ട്. ആ വിശ്വാസം മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ ആ വിശ്വാസത്തിന് നമുക്ക് അനുസരണം കൊണ്ടുവരാനോ, ആ വിശ്വാസം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ജീവന്റെ പ്രവർത്തികൾ കൊണ്ടുവരാനോ ഒന്നും കഴിയത്തില്ല. ആ വിശ്വാസം കൊണ്ട് നമുക്ക്, കാരണം നമ്മൾ ഇപ്പോൾ ഇന്റലക്ച്വലി ഞാൻ സുവിശേഷം പറഞ്ഞു, അതായത് ഒരാളോട് അപ്പോളജറ്റിക്സ് പറഞ്ഞ് ഒരാൾ വിശ്വാസത്തിൽ വരുമെന്ന് വെച്ചോ, അപ്പോൾ വിശ്വാസത്തിൽ വരുമ്പോൾ അയാളോട് പറയുന്ന വിശ്വാസം, അയാൾ അത് ബുദ്ധി കൊണ്ട് അയാൾ ആ സുവിശേഷം അംഗീകരിച്ചു, അയാൾ വിശ്വസിച്ചു. പക്ഷെ ആ വിശ്വാസത്തിന് അയാളിൽ ദൈവത്തിന് അനുസരണം കൊണ്ടുവരാനോ, കർത്താവ് വിശ്വാസത്തിന് അനുസരണം കൊണ്ടുവരാനോ ഒന്നും കഴിയത്തില്ല. ആ അനുസരണം കൊണ്ടുവരണമെങ്കിൽ ദൈവം ആ ഫെയ്ത്തിനെ ജ്വലിപ്പിക്കണം. ആത്മാവിനാൽ ഒരു ഫെയ്ത്ത് ഉള്ളിൽ, സ്ട്രോങ് ആയ ഒരു ഫെയ്ത്ത് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ അത്ഭുതം കണ്ടിറങ്ങുന്നവരൊക്കെ പകുതി വെച്ച് ക്ഷീണിച്ചു പോകുന്നത്. അവർക്ക് അത്ഭുതം കണ്ടിറങ്ങുന്നതുകൊണ്ട് അവർക്ക് പകുതി വരുമ്പോൾ അവർക്ക് അവിശ്വാസമായി പോകും. അപ്പൊ അതുകൊണ്ട് അവരുടെ അത്ഭുതത്തിന്റെ വിശ്വാസം അത്ര വരെ ഉള്ളൂ. പ്രശ്നങ്ങളുടെ മധ്യ വരെയുള്ള ആ വിശ്വാസത്തിന്റെ എഫക്ട് അതിന് പ്രതികൂലം വരുന്നിടം വരെ ഉള്ളൂ. അപ്പൊ യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഒരു അത്ഭുതം കണ്ടിട്ട് ഒരാൾ ഇറങ്ങി വന്നു. അപ്പോൾ അയാൾ ഒരു കുറെ നാളിങ്ങനെ പോയി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പക്ഷെ ഒരു വലിയ പ്രശ്നം വന്ന് അയാൾ ഭയങ്കര പ്രതിസന്ധിയിലായപ്പോൾ അയാളുടെ ആ വിശ്വാസം എന്ത് ചെയ്യും, ശരിച്ചു, ഇത് ഈ ഫെയ്ത്ത്, അല്ലെങ്കിൽ ഈ ദൈവം എന്നെ ഇവിടെ രക്ഷിച്ചില്ല, അപ്പോൾ അപ്പോൾ അവിടെ വിശ്വാസം കുറഞ്ഞു. പിന്നെയും കുറച്ചുകൂടെ പ്രശ്നം വരുമ്പോൾ പിന്നെയും കുറച്ച് കുറയും, പിന്നെയും കുറയും, അങ്ങനെ കുറഞ്ഞ് 0 ആയി പോകും. അങ്ങനെ പിന്നെ വിശ്വാസമില്ലാത്തൊരു മതഭക്തിയിലേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് മിക്കവാറും ആൾക്കാരൊക്കെ പോകുന്നത്. ആ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസമൊന്നുമില്ല. പിന്നെയും അവർ ആ വിശ്വാസം വർദ്ധിപ്പിച്ച് ആ പഴയ കിട്ടിയ അനുഭവങ്ങളിലേക്ക് പിന്നെയും വരേണ്ടതിന് വേണ്ടി, എന്താ പറഞ്ഞ, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാഴ്ചയിലല്ലാത്തൊരു വിശ്വാസത്തിലേക്ക് ആ വിശ്വാസത്തിന്റെ പുരോഗമനം ഉണ്ടാകുന്നില്ല. പുരോഗമനം ഉണ്ടാകണമെങ്കിൽ അവിടെ ഈ ദൈവം നൽകപ്പെട്ടൊരു വിശ്വാസം വേണം. നമ്മുടെ വിശ്വാസമല്ല, ദൈവം നമ്മളൊരു വിശ്വാസം നൽകപ്പെടണം. കാരണം വിശുദ്ധമായ ഒരു വിശ്വാസത്തിൽ നിന്ന് ഉള്ള പ്രവൃത്തിക്ക് ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാഴ്ചയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, കാണാതെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വന്ന ഈ വിശ്വാസം എന്തെന്ന് പറഞ്ഞു മനസ്സിലാക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം വിശ്വാസം നമ്മളിൽ ജീവനെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അനുസരണം കൊണ്ടുവരുന്ന, വിശ്വാസത്തിന് അനുസരണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസം അതിനകത്ത് പല കാര്യങ്ങളും കയറി മിക്സായി ഒരു ഫേക്കായിട്ടുള്ള ഒരു സാധനമാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കുത്തി നിറയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് വിശ്വാസം എന്നുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തെ പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഈ ഫെയ്ത്ത് നമ്മുടെ ബലഹീനതയിലാണ് തെളിഞ്ഞു വരുന്നത്. നമ്മൾ ഭയങ്കര 0 ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഫെയ്ത്ത് നമ്മളിൽ പ്രവർത്തിക്കപ്പെടുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, സഭ ആദിമ കാലഘട്ടത്തിൽ വളരെ ഇൻസെക്യൂരിറ്റിയിലൂടെയാണ് കടന്നുപോയത്, അല്ലെ? സഭ ആദിമ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളുടെ മധ്യേ ഇവർക്ക് ഇതിനെ എല്ലാം നേരിടാൻ ഇന്ന് നമ്മുടെ പുറകിൽ സഞ്ചരിച്ച ക്രിസ്ത്യാനികളെ ഒരു സമൂഹം തന്നെ നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട്, നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്, നമ്മളെ എൻകറേജ് ചെയ്യാൻ. അന്ന് അവരുടെ മുന്നിൽ എൻകറേജ് ചെയ്യാൻ അവരുടെ മുന്നിൽ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് എവിടെ നിന്ന് ഈ എൻകറേജ്മെന്റ് കിട്ടിയത്? പലരും അത്ഭുതങ്ങളൊന്നും കണ്ടില്ല, മരിച്ചവർ നഷ്ടപ്പെട്ടു, പലരും ജീവൻ നഷ്ടപ്പെട്ടു, പലരെയും സ്വന്തമായവർ നഷ്ടപ്പെട്ടു, സ്വത്തും വകകളും എല്ലാം നഷ്ടപ്പെട്ടു.
എവിടുന്ന് അവർക്ക് ഈ വിശ്വാസം കിട്ടി? അതാണ് എബ്രായ ലേഖനക്കാരൻ പറയുന്നത്. പലരും പലതൊക്കെ ഉപേക്ഷിച്ചതും ചിലവർക്ക് മരിച്ചവരെ തിരിച്ചു കിട്ടി, ചിലവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവരിലെല്ലാം അവർക്കൊക്കെ സാക്ഷ്യം ലഭിച്ചത്, അവരെയൊക്കെ നിയന്ത്രിച്ചത്, അവർക്കൊക്കെ ഉറപ്പ് കൊടുത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ദൈവം അവരുടെ ഉള്ളിൽ കൊടുത്തൊരു വിശ്വാസമാണ്. അതായിരുന്നു അവരെ ദൈവത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ ദൈവസന്നിധിയിൽ ബലത്തോടെ, ശക്തിയോടെ, ഉറപ്പോടെ നിൽക്കാൻ അവർക്ക് പ്രചോദനമായത്. ആ വിശ്വാസമാണ് അവിടെ അത്രയും പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ നടക്കുമ്പോഴും അവർക്ക് ഒരു 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 അവിശ്വാസത്തിന്റെ തലത്തിലേക്ക് പോകാതെ, അവർ പിന്മാറ്റത്തിലേക്ക് പോകാതെ ഉറപ്പുള്ളവരായി അവർ നിൽക്കാൻ കാരണം അത് മനുഷ്യന് പറ്റത്തില്ലെന്നേ. മനുഷ്യന്റെ വിശ്വാസത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇല്ലാതാകുന്ന വിശ്വാസമൊക്കെ ഉള്ളു നമുക്കുള്ളൂ, മനുഷ്യന്റെ വിശ്വാസം. ഇത്രയും എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഭ അത്രയും കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പ്രോസിക്യൂഷനിലൂടെയാണ് കർത്താവിനെ അറിഞ്ഞ് കൺവേർട്ടായി യഹൂദന്മാരിൽ നിന്ന് അവർ നേരിട്ടത്. അവർ റോമൻ ഭരണാധികാരിമാരിൽ നിന്ന് അവർ നേരിട്ട പീഡനങ്ങൾ ചരിത്രത്തിൽ തന്നെ വലിയ വലിയ ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങളും മൃഗീയമായ അവരെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൃഗീയമായ വേദനകൾ അവൻ അനുഭവിച്ചതിന്റെ മധ്യേ അവരിൽ വ്യാപരിച്ചൊരു വിശ്വാസമുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് കൊടുത്ത വിശുദ്ധമായ ഒരു വിശ്വാസമാണ്, അതിവിശുദ്ധ വിശ്വാസം. ആ വിശ്വാസമാണ് അവരിൽ വ്യാപരിച്ചിരുന്നത്. ആ വിശ്വാസമായിരുന്നു അവരിൽ അനുസരണം കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് സഭ ഭയങ്കര സെക്യൂരിറ്റിയിലൂടെ കടന്നു പോവാണ്. ഇന്ന് നമ്മളിൽ ഈ നത്തിങ്ലെസ്, സീറോ ആയിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ടായിരിക്കും. നമ്മൾ സീറോ ഒന്നും അല്ല. നമുക്ക് സ്വത്തുണ്ട്, ജോലിയുണ്ട്, ദൈവം എനിക്ക് ജോലി തന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ മേലൊരു കുരിശായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. സമ്പത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു കുരിശ് തന്നെ. ദൈവത്തോട് കൂടുതൽ അടുക്കാതിരിക്കാൻ അവിടെ തടയുന്ന ഒരു കുരിശാണ് ഈ സാധനം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യം പ്രവേശിക്കുന്നത് ഭയങ്കര പാടാണ്. അത് ഒട്ടകം സൂചിമുനയിലൂടെ കടന്നു പോകുന്ന പോലെ അത് ഒരിക്കലും സാധ്യമാകത്തില്ല. കാരണം അത് വളരെ അവൻ സ്വർഗരാജ്യം അന്വേഷിക്കണം, സ്വർഗരാജ്യം അവന് അനുഭവിക്കണമെങ്കിൽ, അവൻ അതിൽ പ്രവേശിക്കണമെങ്കിൽ അവനെ തന്നെ സീറോ ആക്കിയെങ്കിലേ കർത്താവ് ഒന്നൊന്നും പറഞ്ഞ് തുടങ്ങാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഈ സീറോയിലാണ് ഈ ഫെയ്ത്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സഭ ഭയങ്കര ഒരു പൈസയില്ല. ഇന്ന് സഭയെ സഹായിക്കാൻ ഒരുപാട് വിശ്വാസികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. സഭയ്ക്ക് ഇന്ന് രാഷ്ട്രീയത്തിൽ വരെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ കുറെ പാകിസ്ഥാനികളുടെ ഇടയിലും കുറെ സിറിയക്കാരുടെ ഇടയിലും ഒക്കെ കുറെ വിശുദ്ധന്മാര് ഈ വിശ്വാസം വെച്ച് പോരാടുന്നുണ്ട്. അവരുടെ ഉള്ളിൽ തിളയ്ക്കുന്ന വിശ്വാസം ഈ ഒരൊറ്റ വിശ്വാസമാണ്. കാരണം അവര് വേറെ ഒന്നും കാണുന്നില്ല. അവർ സീറോ ആയിട്ടാണ് നിൽക്കുന്നത്. ആ സീറോയിലാണ് അവരെ നടത്തുന്ന വിശ്വാസമാണ് അതിവിശുദ്ധ വിശ്വാസം. ആ ഫെയ്ത്ത് ആണ് അവരിൽ നിറയപ്പെടുന്ന മുഴുവനും. ഇനി നമ്മൾ എബ്രഹാമിനെ എടുത്തു കഴിഞ്ഞാൽ, എബ്രഹാം ഭയങ്കര സമ്പത്തുള്ളവനായിരുന്നു അല്ലെ. എബ്രഹാമിന് വലിയ സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ എബ്രഹാമിൽ ഈ വിശ്വാസം അവന്റെ ഉള്ളിൽ ജീവനാകേണ്ടതിന്, തെളിയിക്കപ്പെടേണ്ടതിന് എബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞേ? നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് വരാനാ പറഞ്ഞു. എബ്രഹാമിന് ഒന്നുമില്ലാത്തവനെ പോലെ എബ്രഹാം കടന്നു പോകുമ്പോഴാണ് ഈ ഫെയ്ത്ത് എബ്രഹാം മനസ്സിലാക്കുന്നത്, ഈ ഫെയ്ത്തിന്റെ പ്രവൃത്തികൾ എബ്രഹാമിൽ വരുന്നത്. എബ്രഹാമാണ് നമുക്ക് മുമ്പിൽ വിശ്വാസത്തിന് ഒരു വലിയ മാർഗം തെളിയിച്ചു തന്നത്. അല്ലെങ്കിൽ എന്താണ് വിശ്വാസം എന്നുള്ളത് എബ്രഹാമിന്റെ ലൈഫിലൂടെയാണ് നമ്മൾ കാണുന്നത്. എബ്രഹാമിനെ നീതീകരിച്ച വിശ്വാസമാണ് ദൈവം കൊടുത്ത വിശ്വാസം തന്നെയാണ്. ആ എബ്രഹാമിൽ ദൈവം നീതീകരിച്ച അതേ വിശ്വാസമാണ് ആ എബ്രഹാമിന്റെ ജീവിതത്തിലൂടെ അനുസരണമായി തെളിയിക്കപ്പെട്ട് അത് പരീക്ഷണങ്ങളിലൂടെ, അത് ടെസ്റ്റിങ്ങിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. ദൈവം ഓരോ പരീക്ഷണ സാഹചര്യങ്ങൾ എബ്രഹാമിന് ദൈവം വെച്ചു കൊടുക്കും. അപ്പോൾ ആ പരീക്ഷയിൽ എബ്രഹാം ആ അനുസരണത്തിൽ നിലനിൽക്കുകയും ആ വിശ്വാസമാണ് അവിടെ പുറത്തു വരുന്നത്. വിശ്വാസമാണ് ആ എബ്രഹാമിൽ അനുസരണം കൊണ്ടുവരുന്നത്. അപ്പോഴങ്ങനെ ആ വിശ്വാസം എബ്രഹാമിൽ നിറയുകയും, എബ്രഹാം സീറോ ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. എബ്രഹാം കുറയുകയും വിശ്വാസം വളരുകയാണ് കാണുന്നത്. അപ്പൊ എബ്രഹാമിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അവസാനത്തോട്ട് പോകുമ്പോൾ കാണുന്നത്. എബ്രഹാമിന്റെ ലൈഫ് അവസാനിക്കുന്നതോറും കാണുന്നത് ആ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. വളരെ സീറോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ സീറോ ആകുമ്പോൾ എബ്രഹാം പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിലാണ്. എബ്രഹാം പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുന്ന ദൈവത്തിലാണ്. അത് എബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിക്കുമ്പോൾ അവിടെ എബ്രഹാമിന്റെ ഫെയ്ത്ത് എന്തായിരുന്നു? ദൈവം ഇല്ലാത്തടത്തുനിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവമാണ്. അപ്പൊ ആ ഫെയ്ത്തിന്റെ മാക്സിമം ലെവലാണ് നമ്മൾ ആ കാണുന്നത്. ആ ഫെയ്ത്ത് അത് ഹയർ ലെവലാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ വിശ്വാസ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഇനി അത് മനസ്സിലാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോഴാണ്. ഈ പരിശോധനകൾ എന്തുവെന്നറിയോ? ഈ ഇസ്രായേൽ ജനങ്ങള് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തില് കുറെ പരിശോധനകൾ വന്നായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഈ പരിശോധന വരുന്ന എവിടെയാണെന്നറിയാവോ? ഇവരുടെ ഹൃദയം ഭയങ്കരമായിട്ട് കലങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ പരിശോധനകൾ അവർ നേരിടുന്നത്. അതായത് ഈ മരുഭൂമിയുടെ യാത്ര ക്ഷീണിച്ച് ഭയങ്കര വിശന്ന് ദാഹിച്ചൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഇവരെ ഇത്രത്തോളം നടത്തിയ ദൈവം, ആ ദൈവത്തിലുള്ള വിശ്വാസം, അവന്റെ ശക്തിയിലുള്ള വിശ്വാസം ക്ഷയിച്ചു പോയിരിക്കുന്നത്. ആ സമയത്തായിരിക്കും ദൈവം അത് പരീക്ഷിക്കാനാണ് ആ സമയം
അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ അത് വിശ്വാസത്തിന്റെ പരീക്ഷണമാണ് എന്നുള്ളൊരു കാര്യം അവരെന്ത് ചെയ്തു? മറന്നുപോയി. നമ്മുടെ ജീവിതത്തിലും ദൈവം ചില സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ചില സാഹചര്യങ്ങളും ചില പാപ ബന്ധനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. ഇവിടെ എല്ലാം നമ്മൾ ഈ വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണെന്നുള്ള മനോബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേൽ ജനങ്ങളോട് ദൈവത്തോട് പിറുപിറുക്കും. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇതെന്താണ് വിശ്വാസത്തിന്റെ പ്രോഗ്രഷൻ എന്റെ ഉള്ളിൽ വരേണ്ടതിന് വേണ്ടി ദൈവം അനുവദിക്കുന്ന ഒരു പരീക്ഷണമാണ്, ഇതെന്റെ വിശ്വാസത്തിന്റെ പരീക്ഷണമാണ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും? മറന്നുപോയി. അപ്പോൾ വിശ്വാസത്തിന്റെ പരീക്ഷണം മറന്നുപോയി. ആ അവിശ്വാസം നിമിത്തം ഞാൻ എന്റെ ഹൃദയം എന്ത് ചെയ്യും? കഠിനപ്പെടും. ചില ആൾക്കാരുടെ ഹൃദയം കഠിനപ്പെടും. നമുക്ക് അവിടെ നഷ്ടമാടുന്നത് നമ്മളിൽ ആ വിശ്വാസം വരുന്നില്ല, നമ്മളിൽ ആ പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല. അതായത് ദൈവത്തിന്റെ ശക്തിയിലുള്ള, ദൈവത്തിന്റെ ബലത്തിലുള്ള ആശ്രയമാണ് ഈ വിശ്വാസം. അതെന്നെ ദൈവത്തിൽ ഭയങ്കര സ്വസ്ഥത വരുത്തുന്നതാണ്. ഞാൻ സീറോ ആയിരിക്കുമ്പോഴാണ് ഈ ഫെയ്ത്ത് എന്നിൽ വരുന്നത് ഞാൻ കാണുന്നത്, അതിന്റെ ബലങ്ങളെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ എന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ ഫെയ്ത്ത് നമ്മൾ വളരേണ്ടതിന് വേണ്ടിയാണ്. ഈ ഫെയ്ത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രസ് ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. ഒന്നും കാണാതെ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്ന, എന്റെ ബലത്തിലോ എന്റെ കഴിവുകളിലോ ഒന്നും ആശ്രയിക്കാത്ത, സ്വർഗീയമായി ഇവിടെ എനിക്കുള്ളത് ഒന്നും ചിന്തിപ്പിക്കാത്ത, ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന സ്വർഗീയമായ ഡെസ്റ്റിനിയും അത് മാത്രം നോക്കി ജീവിപ്പിക്കുന്ന ഒരു വിശ്വാസം. ആ വിശ്വാസമാണോ നമ്മളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത്? ആ വിശ്വാസമാണോ നമ്മളെ ലൈഫ് ലോങ് നമ്മളെ നിയന്ത്രിക്കുന്നത്? അല്ല. ഇപ്പൊ നമ്മളൊരു വിശ്വാസം വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് എന്റെ പ്രസംഗം കേൾക്കാനും ഇന്ന് കർത്തമേശ കൂടാനും ഒക്കെ ചുമ്മാ ഒരു മതവിശ്വാസം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുവോ? അത് അങ്ങനെ തന്നെയാണ്. ആ ഒരു മതവിശ്വാസം മതി. ഇന്ന് നമ്മൾ കർത്താവിനെ വിളിക്കുന്നതിനും ഒക്കെ ഒരു ദൈവികമായ ആത്മാവിന്റെ ഒരു വിശ്വാസം വരണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലും ആ രാജ്യത്വത്തിന്റെ കീഴിലും ഒക്കെ ഞാൻ അനുസരണമായി ആ ഒരു ലൈഫിലൂടെ ഞാൻ കടന്നു പോകണമെങ്കിൽ അതിന് എന്നെ ഉള്ളിൽ ദൈവം നൽകിയ ആ വിശ്വാസം തന്നെ വേണം. അപ്പോൾ ഈ ഇസ്രായേൽ ജനങ്ങൾ പോലെ തന്നെ പലപ്പോഴും നമ്മൾ ഈ ടെസ്റ്റ് അറിയത്തില്ല. ഈ ടെസ്റ്റ് നമ്മുടെ ബലഹീനതയിലാണ് വെളിപ്പെടുന്നത്. ഇത് നമ്മൾ ഭയങ്കര ബലഹീനമായ സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെന്റെ വിശ്വാസത്തിന്റെ പരീക്ഷണമാണ്. ഇവിടെ ഒരു ശക്തി, വിശ്വാസത്താൽ ഒരു വലിയ ശക്തി എന്നിൽ ദൈവം എനിക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അത് ഈ ഫെയ്ത്തിനാലേ സംഭവിക്കത്തുള്ളൂ. ഇനി ആ ശക്തിയെ പറ്റി ഞാൻ പറയാം. അപ്പൊ ഈ വിശ്വാസം എന്നത് എന്താണ്? അത് നമ്മുടെ ബലഹീനതയിലാണ്, അത് നമ്മുടെ സ്ട്രെങ്തിലല്ല, ദൈവത്തിലുള്ള ആശ്രയത്തിലാണ്. കർത്താവേ എന്നുള്ളൊരു നിലവിളിയിലും ആശ്രയത്തിലുമാണ്, ദൈവത്തിലുള്ള ഒരു ചായ്വിലാണ് ആ ഫെയ്ത്ത് നമ്മളിൽ വർദ്ധിക്കുമാറാണ്. അത് ദൈവത്തിന്റെ ആത്മാവിനാലാണ് അത് വരുന്നത്. അത് ദൈവത്തിന്റെ ആ ഒരു ഫെയ്ത്തിന് മാത്രമേ നമ്മളിൽ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ബലം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണം, വിശ്വാസത്തിന്റെ ബലത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ബലത്തിന് ഒരു ഉദാഹരണം പറയാം. സമ്പത്തുള്ള രണ്ടാൾക്കാർ, ഇവർ രണ്ടുപേരും ഓരോരോ ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് സഹായം ചെയ്യാന്ന് വെച്ചു. അപ്പൊ ദൈവത്തിന് എന്നമോണാണ് അവർ ചെയ്യുന്നത്. അപ്പൊ 1,00,000 രൂപ ഒരു സമ്പത്തുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ ദൈവമേ, ഞാൻ എനിക്കുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് നിനക്ക് തരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണ്, ഇയാളിത് കൊണ്ടുപോയി മിസ്യൂസ് ചെയ്യരുത്, ഇയാളിത് കൊണ്ടുപോയി നശിപ്പിച്ച് കളയരുത്. അങ്ങനെയുള്ള പല ചിന്തകളുണ്ട്. ഇയാളിത് കൊണ്ടുപോയി നശിപ്പിക്കുവോ, അങ്ങനെയൊക്കെയുള്ള പലതായി ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് 1,00,000 രൂപ കൊടുത്തു. അത് അയാളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹം ഉണ്ടാക്കി. ആ 1,00,000 രൂപ കൊണ്ട് അയാളുടെ ജീവിതം ഭയങ്കര അയാൾ സാക്ഷ്യം പറഞ്ഞു. പിറ്റേ ദിവസം സാക്ഷ്യം പറഞ്ഞു, ദൈവം എന്നെ നടത്തി, ഈ സഹോദരനിലൂടെ ദൈവം എന്നെ നടത്തി. 1,00,000 രൂപ എനിക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് ഈ സഹോദരൻ തന്നു, എനിക്ക് ഭയങ്കര ഗുണമായി. ഇനി വേറെ ഒരു ബി എന്ന് പറയുന്ന ഒരാള് ഈ 1,00,000 രൂപ ഇയാളുടെ മുമ്പിൽ ഇതുപോലെ ഒരു 1,00,000 രൂപ ആവശ്യമുള്ള ഒരാൾ വന്നു. അപ്പോൾ ഇയാൾ ഈ 1,00,000 രൂപ കൊടുത്തു. 1,00,000 രൂപ കൊടുക്കുമ്പോൾ ഇയാള് ചിന്തിക്കുന്നില്ല, പക്ഷെ ഇയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ ഇത് കൊടുക്കുന്നത് ഇത് ഇയാൾക്ക് ഗുണകരമാകുമോ ആകത്തില്ലയോ ഒന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഇത് നിന്റെ മുന്നിൽ ഏൽപ്പിക്കുമ്പോൾ ഇതിന്റെ മേലുള്ള എന്റെ എല്ലാ കൺട്രോളും തകർത്തിട്ടാണ് ഞാൻ ഇതിന് മുന്നിൽ ഏൽപ്പിക്കുന്നത്. ഇത് നിന്റെ രാജ്യത്തിന് ഗുണകരമായി, അദ്ദേഹത്തിന് ഗുണകരമായി നീ അതിനെ ഉപകരിച്ചോളണേ, നീ അത് ചെയ്തണമേ. ഞാൻ അതിന്റെ പുറകിന് കൺട്രോൾ ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ഇത് നീ പ്രവർത്തിക്കണമേ ഇതിന്റെ മേല് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ക്യാഷിന് മേലുള്ള എന്റെ ഇത് നശിച്ചു, ഇത് വെറുതെ പോകരുത് എന്നുള്ള ഒരു വിഷമമൊക്കെയുണ്ട്. ആ വിഷമത്തെ ഞാൻ എന്ത് ചെയ്യുക? തകർത്താണ് ഞാൻ ഈ പൈസ കൊടുക്കുന്നത്. അതിന് മേലുള്ള എനിക്കൊരു വിഷമമുണ്ട്. ഇത് അവൻ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കുവോ? ഇപ്പൊ സഭയിൽ ഒരു സഹോദരി വന്നെന്ന് വെച്ചോ. അപ്പോൾ ആ സഹോദരി നിങ്ങളുടെ അടുത്ത് പറയാണ്, എനിക്ക് എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, 10,00,000 രൂപയുടെ ആവശ്യമുണ്ട്, സഭ എന്നെ സഹായിക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 10,00,000 രൂപ ഇവരെന്തോ ഉടായ്പായിട്ട് വന്നത്
കഴിഞ്ഞ ദിവസം ഇതേപോലെ പ്രശ്നം വേറെ സഭയിലും ഉണ്ടായിട്ടുണ്ട്, അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചു എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പരിജ്ഞാനത്തിൽ നോക്കിയിട്ട് നമ്മൾ ഇവരെ എന്ത് ചെയ്യും, പറഞ്ഞു വിടും. ഇനി അവർ അത് യഥാർത്ഥ അതല്ല. അത് നിങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ പരിശോധനയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? അവിടെ ആരാണ് സെക്യൂരിറ്റി? നമ്മുടെ ധനത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും ഒക്കെ സെക്യൂരിറ്റി ആരാണ്? ഞാൻ തന്നെ. ഞാൻ വേണ്ട വിധന പരിജ്ഞാനത്തോടൊക്കെ നടത്തിയില്ലെങ്കിൽ എന്റെ സഭയും താറുമാറാവും, എന്റെ കുടുംബവും താറുമാറാവും. ഈ സമ്പത്തിന്റെ മേലുള്ള അധികാരം അപ്പൊ ആർക്കാ ഞാൻ കൊടുത്തേക്കുന്നത്? എനിക്ക് തന്നെ കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേറൊരു മാർഗമുണ്ട്. അപ്പം ചിന്തിക്കുക, അപ്പൊ എന്താ നിങ്ങൾ ഈ സമ്പത്ത് കൊണ്ടൊന്ന് അവനെ നശിപ്പിക്കാനായിട്ട് കൊടുക്കണമെന്നാണോ പറയുന്നത്? അല്ല, അവിടെ ദൈവത്തിന്റെ കർത്തൃത്വത്തിനായിട്ട് ഞാൻ ഇത് ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി സമ്പത്തിന് അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ വന്നുവെങ്കിൽ എനിക്ക് ജെന്യുവിനായിട്ട് അയാളെ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് അയാളുടെ നീഡ് എന്തുവാന്ന് അന്വേഷിക്കാം, അവരുടെ വീട്ടിൽ പോകാം, അവരെ സ്നേഹിക്കാം, അവർക്ക് നീഡ് എന്തുവാന്ന് അറിഞ്ഞിട്ട് ഞാൻ അവർക്ക് കൊടുക്കാം. അവിടെ എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ഈ സമ്പത്തിന്റെ മേലുള്ള ഒരു നമ്മുടെ ഒരു വേദനയുണ്ട്, ആ ബേർഡൻ കാണാൻ, അത് തകർത്താണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത് കൊടുത്ത ആ വ്യക്തി, ബി എന്ന് പറയുന്ന ആൾ കൊടുത്തതിനാണോ എ എന്ന് പറയുന്ന ആൾ കൊടുത്ത ആ 1,00,000 രൂപയ്ക്കാണോ ദൈവം ആരിലായിരിക്കും പ്രസാദിക്കുന്നത്? ബി ആയിരിക്കും അല്ലെ? കയ്യിനും കൊടുത്ത ഈ ആബേലും കൊടുത്ത യാഗവസ്തുവിനെ സംബന്ധിച്ചുള്ള ഡിഫറൻസ് എന്താണെന്ന് പല ആൾക്കാർക്കും മനസ്സിലായിരുന്നില്ല. എന്താണ് രണ്ടുപേരും ഒരേപോലെ നന്മയല്ലേ കൊടുത്തത്? അവർ അധ്വാനിച്ച് ഏറ്റവും ബെസ്റ്റ് അല്ലേ ദൈവത്തിന് കൊടുത്തത്? ഒരാള് തനിക്കുള്ളതെല്ലാം തകർത്തു കൊടുത്തത്. ദൈവമേ, ഇത് നിന്നെ പ്ലീസ് ചെയ്യാനൊന്നും എന്റെ ഈ പ്രവർത്തികളൊന്നും കഴിയത്തില്ല, നീ ഇതിന് കർത്തൃത്വം ഏറ്റെടുത്ത് നീ ഇത് എന്തേലും ചെയ്ത് പെർഫെക്റ്റ് ആക്കി മാറ്റണം, നീ ചെയ്ത് പെർഫെക്റ്റ് ആക്കി മാറ്റണം. പുത്രൻ ക്രൂശിൽ മരിക്കുകയാണ്, കർത്താവെ പിതാവെ നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചാലേ ഇത് നീതിയാകുന്നുള്ളൂ, പുത്രൻ പോലും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നോണ്ടല്ല, ദൈവം ഇതിനെ ചെയ്യണമേ, ദൈവം ഇതിന്റെ മേൽ പ്രവർത്തിക്കണമേ എന്നുള്ള തരത്തിലാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള ഒരു പ്രവൃത്തി. ഇങ്ങനെ പല സാഹചര്യങ്ങളും ഈ വിശ്വാസം നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര സെക്യൂരിറ്റി അല്ല നൽകുന്നത്, നമുക്ക് ഭയങ്കര തകർച്ചയായിരിക്കും നൽകുന്നത്. നമ്മൾ അപ്പോൾ വളർന്നു വരുന്നത് ആരുടെ വിശ്വാസത്തിലാണ്? അപ്പൊ ഞാൻ സമ്പത്ത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? പല ആൾക്കാരും വിചാരിക്കുന്നത് ഇങ്ങനെ ഞാൻ കൊടുക്കുമ്പം എന്തോ എന്റെ സ്വർഗത്തിൽ എന്തോ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നെന്നാ. സ്വർഗത്തിലൊന്നും അല്ല വർദ്ധിക്കുന്നേ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ വർദ്ധിക്കുന്നേ. ഈ അനുസരണം നിങ്ങൾ വർദ്ധിച്ചാൽ തേജസ്സാ നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കുന്നത്, വേറെ ഒന്നും അല്ല നിങ്ങൾ വർദ്ധിക്കുന്നത്, ഹോളിനെസ് ആണ് വർദ്ധിക്കുന്നത്. സ്വർഗത്തിൽ റിവാർഡ് എന്താണ്? ആ റിവാർഡ് തേജസ്സാണ്. ആ റിവാർഡ് അത് നമ്മൾ വിശുദ്ധീകരണം നടന്നാലേ വർദ്ധിക്കത്തുള്ളൂ. അതിന് നമ്മൾ കെയർഫുൾ ആയിട്ട് ഒരാൾക്ക് ഹാൻഡിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ വിശുദ്ധീകരണം നടക്കത്തില്ല. 1,00,000 രൂപ വെറുതെ പോയി എന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും ഒരു കാര്യമില്ല ഈ വിശ്വാസമല്ല നമ്മളിൽ വ്യാപരിക്കുന്നതെങ്കിൽ. അത് ദൈവത്തിന്റെ സോവർണിറ്റിയിലുള്ള വിശ്വാസം, അവന്റെ കർത്തൃത്വത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിനെ എന്നിൽ ദൈവത്തിന് ബലം കൊടുക്കുവാൻ ദൈവം അക്സെപ്റ്റ് ചെയ്തോളൂ. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് ദൈവത്തിന് ബലം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമുക്ക് ദൈവത്തിന് പ്രസാദകരമാകുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇതാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ ഫെയ്ത്ത് നമ്മൾ ഒരു ശക്തിയെ കൊണ്ടുവരും. ഈ ഫെയ്ത്ത് ആണ് നമ്മുടെ ഉള്ളിൽ ദൈവികമായ ശക്തിയെ കൊണ്ടുവരുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 3:20, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കെന്തിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. അപ്പോൾ ഈ ശക്തി എന്ത് ശക്തിയാണ്? പൗലോസ് തന്നെ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. ഇന്ന് ക്രിസ്ത്യാനിറ്റി അന്ന് ആ പഴയ സഭ അല്ലെങ്കിൽ വിശുദ്ധന്മാരിൽ കണ്ടിരുന്ന ആ ഒരു ജീവന്റെ അനുഭവത്തിലേക്ക്, ഈ അനുസരണത്തിന്റെ നിറവിലേക്ക് ആരും വരാത്തത് എന്തുകൊണ്ടാ? വരാത്തത് ഈ വിശ്വാസമല്ല ആരിലും വ്യാപരിക്കുന്നത്. ഈ ഫെയ്ത്തിനെ ക്രിസ്തുവിന്റെ ആത്മാവിനാലുള്ള പൂർണ്ണമായും ഞാൻ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് എന്റെ ശക്തിയോടല്ല ഞാൻ സീറോ ആയിട്ട് മാറുന്ന, വളരെ ശൂന്യതയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ ശക്തിയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ആ ഫെയ്ത്ത് ആണ് എന്നിൽ ഒരു വ്യാപാര ശക്തിയെ പ്രവർത്തിപ്പിക്കുന്നത്. ആ വിശ്വാസമാണ് എന്നിൽ ഒരു പ്രവൃത്തി കൊണ്ടുവരുന്നത്. അത് കുറച്ചുകൂടെ ക്ലിയർ ആകാൻ റോമാലേഖനം 5-ാം അധ്യായം എന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഈ റോമാലേഖനം 5 മുതൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ 5, 6, 7, 8 അത് രക്ഷാശാസ്ത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ബൈബിൾ റോമാലേഖനം 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ എങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടുന്നു, നീതിമാന്മാരായി തീരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിന്റെ തുടക്ക അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്ന ഒരു കാര്യം 5-ന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ത്രൂ ഫെയ്ത്ത് ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എന്താണ് ആ കൃപ എന്നോട് ഉദ്ദേശിക്കുന്നത്? കൃപ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ദൈവത്തിന്റെ വ്യാപാര ശക്തി. അപ്പോൾ കൃപ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിത്യജീവൻ വരും. ദൈവത്തിന്റെ വ്യാപാര ശക്തിയുടെ എല്ലാം, അതായത് നമ്മളിൽ നടക്കുന്ന രക്ഷാകരമായ എല്ലാ പ്രവൃത്തിയെയും ഗ്രേസ് എന്ന് വേണേൽ നമ്മൾ വിളിക്കുന്നത്, അങ്ങനെ വിളിക്കാം. കാരണം ആ ഒരു പ്രവൃത്തിയും ഗ്രേസ് ഗിഫ്റ്റായിട്ട്, ദൈവത്തിന്റെ ഗിഫ്റ്റായിട്ടാണ് നമ്മൾ അതിനെ എല്ലാം കാണുന്നത്, കൃപ എന്ന് പറയുമ്പോൾ. അപ്പോൾ ത്രൂ ഫെയ്ത്ത് നമ്മൾ ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസത്താലേ ഒരു മനുഷ്യനിൽ ഈ കൃപ വ്യാപരിക്കത്തുള്ളൂ, ഈ ശക്തി വ്യാപരിക്കത്തുള്ളൂ. ആ
ഒരു മനുഷ്യനിൽ ഈ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, പാപത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, പാപത്തിന്റെ പ്രമാണം. ഈ മരണത്തിന്റെ പ്രമാണത്തോട് എതിർക്കുന്ന ഒരു ഫോഴ്സ്, അത് ദൈവം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീണ്ടും ജനനത്തിന്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളിൽ പ്രവർത്തിക്കുന്നത്, അത് നമ്മളിൽ ആക്റ്റീവ് ആകുന്നത് ഈ വിശ്വാസത്താലാണ്. ഈ വിശ്വാസമാണ് നമ്മളിൽ ആ കൃപയുടെ പ്രവൃത്തികളെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം തന്നെ അതിന്റെ 15 മുതലുള്ള വാക്യം, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. അപ്പൊ ലംഘനത്താൽ, ആദാമിന്റെ ലംഘനത്താൽ പാപം സകല മനുഷ്യരിൽ പരന്നു. പക്ഷെ കൃപാദാനത്തിന്റെ കാര്യം അങ്ങനല്ല. കൃപാദാനം അത് ക്രിസ്തുവിന്റെ അനുസരണത്താൽ, ഏകന്റെ അനുസരണത്താൽ കവിഞ്ഞുമിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അത് നമ്മുടെ ഉള്ളിൽ കവിഞ്ഞിരിക്കും. അതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാപത്തിന്റെ മരണത്തിന്റെ ശക്തിയേക്കാൾ ഇരട്ടിയാണ്. മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ആ ശക്തിയിലേക്ക്, ആ കൃപയിലേക്ക് നമ്മൾ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? വിശ്വാസം മൂലം ആണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അത് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ ഭയങ്കര സീറോ ആയിട്ട് നിൽക്കുമ്പോഴാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ഒരു സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്നെ ദ്രോഹിക്കുകയാണ്. അപ്പൊ ആ ദ്രോഹം എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം ദ്രോഹിച്ചത്. അപ്പോൾ എനിക്ക് തിരിച്ച് സ്നേഹിക്കണമെന്ന് പറ്റുന്നു, ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അത്ര വേദനയാണ്, ജഡത്തിൽ ഒട്ടും പറ്റത്തില്ല. ചില ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ വന്നിട്ടാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തെ, കാരണം അവർ ആ സീറോ ആകണമെങ്കിൽ, കർത്താവ് എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് വാഗൊണ്ട് പറയണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. അഭിനയിക്കാനൊക്കെ ശ്രമിക്കും നമ്മള്. ഇപ്പൊ കർത്താവ് എന്നെ കൊണ്ട് കഴിയുന്നില്ല, നീ ജീവിക്കുന്നു, നിന്റെ ജീവനാലെ എനിക്കിത് കഴിയത്തുള്ളൂ, നിന്റെ ജീവൻ എന്നെ ജീവിപ്പിക്കട്ടെ എന്ന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഞാൻ പൂർണ്ണമായും, ഞാൻ സീറോ ആയിട്ട് നിശ്ചലമായിരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ അത്ര കഠിനമായ ഒരു കഠിന ശോധനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ്, പലപ്പോഴും പല ആൾക്കാരും കടന്നു പോകുമ്പോഴാണ് അവർക്ക് ആ സീറോ ആയി പോകാൻ കഴിയുന്നത്. അവരിൽ വെളിപ്പെടുന്ന ശക്തിയാണ് പുനരുത്ഥാനത്തിന്റെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ശക്തി. അത് വിശ്വാസത്താലാണ് നമ്മൾ വ്യാപരിക്കുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കൂ എന്ന് പറഞ്ഞ് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, ആ ശക്തിയെ പറ്റിയാണ് ഈ കൃപ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത് ഈ അതിവിശുദ്ധ ഫെയ്ത്തിനാലാണ് നമ്മൾ വ്യാപരിക്കത്തുള്ളൂ. ആ ഫെയ്ത്തിനാൽ ഒരു എക്സസൈസിങ്, ഒരു തുടർമാന, ഒരു സ്ഥിരത നമ്മളിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സഭയിൽ നമ്മളിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാരിൽ ഒരു പ്രോഗ്രസ്, ഒരു വിശ്വാസ ജീവിതത്തിൽ പ്രോഗ്രസ് നമുക്ക് കാണാൻ കഴിയാത്തത്. പിന്നെയും നമ്മൾ നന്നായി അഭിനയിക്കുന്നവരായി മാറുകയാണ് കാലങ്ങൾ കഴിയുമ്പോൾ മാറുന്നത്. കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് അഭിനയിക്കുന്നവരെ, ഇത്രയും നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്ന രീതിയിൽ നമ്മളൊക്കെ വലിയ രാഷ്ട്രീയത്തിൽ അടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കെട്ട് ക്ലച്ച് പിടിക്കും. നമ്മൾ വിചാരിക്കുന്നതല്ല. കാരണം ഇത്രയും നന്നായി അഭിനയിക്കാൻ അറിയാവുന്നവർ വേറെ ആരും, കാരണം നമുക്ക് പോലും അറിയാത്ത രീതിയിൽ നമ്മൾ അഭിനയിക്കും. നമുക്ക് പോലും അറിയത്തില്ല ഇത് അഭിനയമാണ്. നമ്മുടെ മനസ്സിനെ വരെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കും, അടിപൊളിയായിട്ട് ഞാൻ ജീവിച്ചില്ലടാ എന്ന് മനസ്സ് പറയും, അടിപൊളിയായിട്ട് ജീവിച്ചു, അടിപൊളി എന്ന് പറയും. ഇന്ന് നീ നന്നായി ജീവിച്ചു എന്ന് മനസ്സും പറയും. അതാണ് ആ അനുസരണം. അത് ദൈവത്തിന് ബലം കൊടുക്കാൻ കഴിയത്തില്ല. അത് കത്തിയെരിഞ്ഞു പോകുന്നതാണ്. തീയിലൂടെ കടന്നു പോകുമ്പോൾ കത്തിയെരിഞ്ഞു പോകുന്ന നിഷ്ഫലമായി അവസാനിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെളിപ്പെട്ട് വരുന്ന ഫെയ്ത്ത് നമ്മുടെ ബലഹീനമായ സാഹചര്യങ്ങളിൽ വെളിപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഫെയ്ത്തിനെ ഒരു ദൈവീകമായ ജീവൻ, ഒരു ദൈവത്തിന് ബലം കൊടുക്കാനുള്ള ഒരു ജീവിതം നമുക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഈ ഫെയ്ത്തിനെ നമുക്ക് അനുസരണം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഈ ഫെയ്ത്ത് ആണ് അതിവിശുദ്ധമായ ആ ഫെയ്ത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളും, എല്ലാ പരിശോധനകളും, എല്ലാ ശോധനകളും നമ്മളിൽ ഈ ഫെയ്ത്ത് വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടിയാണ്. നമ്മൾ അങ്ങനെ ഒരു മനോബോധം, വിശ്വാസത്തിന്റെ അനുസരണം നമ്മളിൽ ഉണ്ട് എന്നുള്ളൊരു മനോബോധം, പത്രോസ് അതാ പറയുന്നത്, നിങ്ങൾ ആ മനോബോധം നഷ്ടപ്പെട്ടു പോരുതെന്ന്. വിശ്വാസത്തിന് അനുസരണം നമ്മളിൽ വരേണ്ടതായിട്ടുണ്ട്. ആ അനുസരണത്തിനുള്ള ഒരു മനോബോധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ടെസ്റ്റ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് പൗലോസ് ഈ അനുസരണം വേണം എന്നുള്ള നിങ്ങളുടെ ആ ബോധം വിട്ടിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെയും നിങ്ങളുടെ വിഷമങ്ങളുടെയും നിങ്ങളുടെ ദുഃഖങ്ങളുടെയും അതിന്റെയൊക്കെ പുറകെ പോയി നമ്മൾ മനസ്സും കല്ലിച്ച് ദൈവത്തോടും എതിർത്ത് നമ്മുടെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ ഇസ്രായേൽ ജനങ്ങളുടെ കൂട്ട് നമ്മൾ വളരെ കഠിനപ്പെട്ട അവിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇതെല്ലാം വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലോകത്തിൽ അവൻ ജീവിക്കുന്ന എല്ലാ കഷ്ടങ്ങളിലൂടെയും അവൻ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെയാണ് കടന്നു പോകുന്നത്.
പറയുന്നത്. അവിടെ എല്ലാം നമുക്ക് ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാനും ദൈവത്തിന്റെ പ്രോമിസസിൽ ട്രസ്റ്റ് ചെയ്യാനും അതിൽ ആശ്രയിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു. പിന്നെ അവന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ അധികമായി വ്യാപരിക്കുന്നു. നമ്മുടെ മരണശരീരത്തെ കീഴ്പ്പെടുത്തുവാൻ, നമ്മുടെ മർത്യ ശരീരത്തെ പാപശരീരത്തെ കീഴ്പ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വാസത്താലുള്ള പ്രാർത്ഥനയാണ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നത്. വിശ്വാസത്താലുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. വിശ്വാസത്താലുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഡെലിവറൻസ് തരുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വിശ്വാസമാണ്, അത് ആരിലുള്ള വിശ്വാസമാണ്? ദൈവത്തിലുള്ള, പൂർണ്ണമായും ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം നമ്മളിൽ വരിക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയാണ് നമ്മൾ ഓരോ ദിവസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് അളന്നു നോക്കിയേ നിങ്ങളുടെ എത്രത്തോളം ഈ ഫെയ്ത്ത്, നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ ഒന്ന് അളന്നു നോക്കട്ടെ. ഈ ഫെയ്ത്ത് കാണാതെ വിശ്വസിക്കുന്ന, കാഴ്ചയാലല്ലാതെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം എന്റെ ബലത്തിലും എന്റെ ആശ്രയത്തിലും എന്റെ ശുശ്രൂഷയുടെ അളവ് അനുസരിച്ച് എന്റെ ശുശ്രൂഷ എത്രത്തോളം വളരുന്നു അതിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടുള്ള ഒരു ആശ്വാസമാണോ, അതോ കർത്താവ് ചെയ്ത വാഗ്ദത്തങ്ങളുടെയും അവന്റെ ആത്മാവിന്റെ ശക്തിയിലുള്ള ആശ്രയമാണോ എന്നെ നടത്തുന്നത്? ഒന്ന് ആഴമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ല. നമ്മൾ പല കാര്യങ്ങളും ആശ്രയിച്ചിട്ടുണ്ട്. ആ ആശ്രയങ്ങൾ തന്നെ നമുക്ക് എന്തായി മാറുന്നത്, ആ വിശ്വാസ ജീവിതം നമ്മളിൽ വളരുവാൻ നമുക്ക് തടസ്സമായി മാറുന്നത് ഈ നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആശ്രയങ്ങളും നമ്മുടെ നോട്ടവും എല്ലാം കർത്താവിലേക്ക് മാത്രം നമ്മൾ എന്നും ആ സീറോ ആയിട്ടിരിക്കാൻ മാത്രം, സീറോ ആയിട്ട് തന്നെ നമ്മളെ എണ്ണുവാനും അത് ഇരിക്കുവാൻ ആഗ്രഹിക്കുവാൻ കർത്താവിന്റെ ജീവൻ നമ്മളിൽ ആ ശൂന്യതയിൽ വെളിപ്പെട്ട് വരുവാനും എല്ലാം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.